മിക്ക ഇൻ്റർവ്യൂസിലും സ്ഥിരം ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാർ, ലെറ്റ് ആൻഡ് കോൺസ്റ്റ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കി ഇത് മനസ്സിലാക്കാം. ഈ ഒരു കോഡ് സ്നിപ്പറ്റിൽ ഒരു ഇഫിനകത്ത് 3 വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് താഴെ ഈ 3 വേരിയബിൾസും നമ്മൾ കൺസോൾ ലോഗ് ചെയ്യുന്നുണ്ട്. ഇത് റൺ ചെയ്യുമ്പോൾ വാർ വേരിയബിളിലുള്ള വാല്യൂ പ്രിൻ്റ് ആവുകയും ലെറ്റും കോൺസ്റ്റും എറർ കാണിക്കുകയും ചെയ്യും. അപ്പോൾ കാണിക്കുന്ന റെഫറൻസ് എറർ ലെറ്റും കോൺസ്റ്റും വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നാണ്. അതായത് ഈ 3 വേരിയബിൾസിൻ്റെതും നമ്മൾ സ്കോപ്പ് നോക്കുമ്പോൾ വാർ ഗ്ലോബലും ലെറ്റും കോൺസ്റ്റും ബ്ലോക്ക് സ്കോപ്പുമാണ് ഉള്ളത്. ഈ 3 വേരിയബിളിൻ്റെ റീഡിക്ലറേഷൻ്റെ കാര്യം നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ കോഡ് സ്നിപ്പറ്റിൽ 3 വേരിയബിൾസും റീഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഇത് നമ്മൾ കൺസോൾ ലോഗ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വീണ്ടും എറർ ഉണ്ട്. ഇതിൽ വാർ വേരിയബിളിൻ്റെത് കറക്റ്റായിട്ട് റീഡിക്ലെയർ ചെയ്യാൻ നമുക്ക് പറ്റും, പക്ഷേ ലെറ്റും കോൺസ്റ്റും പറ്റത്തില്ല, ഓൾറെഡി ഡിക്ലെയർ ചെയ്തു എന്ന് പറഞ്ഞ് സിൻടാക്സ് എറർ കാണിക്കുന്നു. അപ്പോൾ റീഡിക്ലറേഷൻ ആകെ വാർ വേരിയബിൾസിന് മാത്രമേ പറ്റത്തുള്ളൂ. ഈ കോഡ് സ്നിപ്പറ്റ് ഒന്ന് നോക്കിക്കേ. ഇതിൽ നമ്മൾ വാല്യൂസ് റീഅസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടൈപ്പ് എററാണ്. കോൺസ്റ്റ് വേരിയബിൾസ് റീഅസൈൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമുക്ക് എറർ കാണിക്കും. അപ്പോൾ റീഅസൈനിങ്ങിൻ്റെ കാര്യത്തിൽ വാറും ലെറ്റും സമ്മതിക്കുമെങ്കിലും കോൺസ്റ്റ് സമ്മതിക്കത്തില്ല. അടുത്ത കോഡ് സ്നിപ്പറ്റ് നോക്കിക്കേ. ഇവിടെ ഹോയിസ്റ്റിങ്ങിൻ്റെ കാര്യത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഹോയിസ്റ്റിംഗ് എല്ലാ വേരിയബിൾസും സമ്മതിക്കും, പക്ഷേ 2 വേരിയബിൾസ് മാത്രം ടെമ്പറൽ ഡെഡ് സോണിൽ തന്നെ നിൽക്കും. അതായത് ലെറ്റും കോൺസ്റ്റും ഇനിഷ്യലൈസേഷന് മുമ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് റെഫറൻസ് എറർ കാണിക്കും. എന്നാൽ അപ്പോഴും വാർ നമുക്ക് വാല്യൂ തരും. ഹോയിസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വേരിയബിൾസും ഹോയിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, പക്ഷേ ലെറ്റും കോൺസ്റ്റും ടെമ്പറൽ ഡെഡ് സോണിൽ തന്നെയാണ് നിൽക്കുന്നത്. അടുത്ത കോഡ് സ്നിപ്പറ്റിൽ നമുക്ക് ഇനിഷ്യലൈസേഷനെ പറ്റിയിട്ടാണ് നോക്കുന്നത്. ഈ കോഡ് സ്നിപ്പറ്റ് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും എറർ കിട്ടും. ഇവിടെ വരുന്നത് സിൻടാക്സ് എററാണ്. കോൺസ്റ്റിന് ഡിക്ലറേഷൻ മാത്രമേ ഉള്ളൂ, ഇനിഷ്യലൈസേഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് എറർ കാണിക്കുന്നു. ഇനിഷ്യലൈസേഷൻ്റെ കാര്യത്തിൽ വാറും ലെറ്റും കുഴപ്പമൊന്നും ഉണ്ടാക്കാറില്ല, പക്ഷേ കോൺസ്റ്റ് അവിടെയും സമ്മതിക്കില്ല, അതിന് ഇനിഷ്യലൈസേഷൻ എന്തായാലും വേണം. ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ കറക്റ്റായിട്ട് ഇൻ്റർവ്യൂവറിനോട് പറയുവാണെങ്കിൽ നമുക്കിതിനെപ്പറ്റി നല്ല ധാരണ ഉണ്ടെന്ന് മനസ്സിലാകും. പക്ഷേ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഉറപ്പായും അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ടെമ്പറൽ ഡെഡ് സോൺ എന്നായിരിക്കും. അടുത്ത വീഡിയോയിൽ നമ്മൾ ടെമ്പറൽ ഡെഡ് സോണിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. സ്റ്റേ ട്യൂൺഡ് ഫോർ നെക്സ്റ്റ് വീഡിയോ. ബൈ.